മലയാളി മനസ്സുകൾ സ്വപ്നം കണ്ടു തുടങ്ങിയ കാൽപന്ത് പുലരിയുടെ 11ാം പതിപ്പിന് മലയാള മനസ്സ് സാക്ഷിയാകുമ്പോൾ കിരീടമില്ലാത്ത ടൈറ്റിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന മാറ്റമാണ് കേരള ജനതയുടെയും ഒന്നടങ്കമുള്ള സ്വപ്നം. സ്വപ്നങ്ങളെ തേടിയിറങ്ങിയ 10 വർഷങ്ങൾ. തോൽവിയിലും കൈവിടാതെ കൈകളടിച്ച് കൂടെ നിന്ന ആരാധകരായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉന്മേഷം നൽകിയത്. മനസാക്ഷി പോലും എതിർ നിന്നിട്ടും തൻ്റെ ടീമിനെ പിന്തുണക്കുന്നതിന് ആരാധകർ കാണിക്കാത്ത വിസമ്മതമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ 11 വർഷത്തിൻ്റെ കൈമുതൽ. മാറ്റങ്ങളിലും പ്രതിഫലിക്കാത്ത പരിവർത്തനം എന്തുകൊണ്ടെന്നത് ആരും തന്നെ ഉത്തരം പറയാൻ കൊതിക്കാത്ത ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ ഈ കാലയളവിൽ അത്രമേൽ സുന്ദരമായി ആഘോഷിച്ച കഴിഞ്ഞ 3 വർഷവും നിരാശ മാത്രമായിട്ടാണ് അവസാനിച്ചത്. ചരിത്രത്തിലെ തന്നെ സുന്ദരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഇവാൻ വുക്കമനോവിച്ചിന്റെ യാത്രക്ക് പോലും കൈവിലങ്ങായി നിന്ന നിർഭാഗ്യമാണ് ഇനിയും ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയാകുന്നത്. പുത്തൻ സീസണിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ പരിശീലകനെ പുതിയ തന്ത്രങ്ങളുമായി പുതിയൊരു ബ്ലാസ്റ്റേഴ്സിനെ തന്നെ കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ISL 11ാം സീസണിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ കലൂരിന്റെ മണ്ണിൽ പഞ്ചാബും കടന്ന് മലയാളി ആരാധകർക്കായി ഒരു ഓണസമ്മാനം ഒരുക്കാൻ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ നിഗമനം. പക്ഷേ ആദ്യം കാലിടറിയ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ തിരികെ വന്ന് എന്ന് കരുതിയെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ വീണ്ടും ഒരു ഗോൾ വഴങ്ങി അവിടം തോൽവി സമ്മതിക്കുന്നു. ഇന്നലെ 2ാം മത്സരത്തിനിറങ്ങുമ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരെ കൂടി തോൽവി ഏറ്റുവാങ്ങിയാൽ സീസണിന്റെ തുടക്കം തന്നെ പിഴവിലേക്ക് കൂപ്പുകുത്തും. ഇനിയും ഒരു കണ്ണീർ മടക്കം നേരിൽ കാണരുത് എന്ന ഉള്ളുലഞ്ഞ പ്രാർത്ഥനകൾ ഇനിയും കാൽപന്ത് ദൈവം സ്വീകരിക്കുമെന്ന വിശ്വാസമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷകൾ നിലനിർത്തിയ പ്രതിഭകളെ ഇന്ന് കാണാനാവില്ലെങ്കിൽ പോലും ആ വിടവുകളെ നികത്താൻ പ്രാപ്തമായ മാറ്റങ്ങൾ നടന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഡയമണ്ട് കോസും പരിശീലക വേഷം അലങ്കരിച്ച ഇവാൻ വുക്കമനോവിച്ചും തീരാ നഷ്ടമായി കണക്കുകൾ ബാക്കിയാകുമ്പോഴും കാലം അനിവാര്യമാക്കുന്ന പരിവർത്തനങ്ങളിൽ വിശ്വസിക്കണമെന്നതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. കൊച്ചിയുടെ മണ്ണിൽ കേരള മനസ്സുകളെ ആനന്ദരാക്കുന്ന വിജയപുലരി തന്നെ മുഖമുദ്രയാക്കി മലയാളിപ്പട ബംഗാളിനെതിരെ കളത്തിലേക്ക്. കൊച്ചിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോടൊറ്റ തോൽവിയുടെ ക്ഷീണം മറക്കുക എന്ന ലക്ഷ്യവുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങിയത്. ഈസ്റ്റ് ബംഗാൾ 4-3-3 എന്ന ഫോർമേഷനിൽ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 4-4-2 എന്ന ഫോർമേഷനിലാണ് കളിച്ചിരുന്നത്. മത്സരത്തിൽ ആദ്യ ഗോൾ അവസരം ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം 9ാം നമ്പറുകാരനായ യെസൂസ് ജിമിനസിന്റെ ഗോളെന്നുറപ്പിച്ച ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിക്കുകയായിരുന്നു. ഡാനിഷ് ഫാറൂഖിന്റെ പാസിൽ നിന്നും ജിമിനസ് എടുത്ത ഷോട്ട് ഗില്ലിനെ തോൽപ്പിച്ചെങ്കിലും പോസ്റ്റിൽ തട്ടി മടങ്ങുകയായിരുന്നു. എന്നാൽ 19ാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന് അവസരം ലഭിച്ചെങ്കിലും സച്ചിൻ സുരേഷിന്റെ ഇടപെടൽ ബ്ലാസ്റ്റേഴ്സിന് അവിടം തുണയായി. 39ാം മിനിറ്റിൽ സന്ദീപ് വലതുവശത്ത് നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട്. പന്ത് വലയിലേക്ക് ഹെഡ് ചെയ്യാനുള്ള നിർണായക അവസരം രാഹുൽ KP അവിടെ നഷ്ടപ്പെടുത്തുന്നു. 2ാം പകുതിയിൽ ഈസ്റ്റ് ബംഗാളിന്റെ മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. 59ാം മിനിറ്റിൽ അവർ മുന്നിലെത്തുകയും ചെയ്തു. കൗണ്ടർ അറ്റാക്കിൽ ഡയമണ്ട് കോസ് പന്ത് വിഷ്ണുവിന് കൊടുക്കുകയും മലയാളി താരം അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈസ്റ്റ് ബംഗാളിന് വീണ്ടും ഒരു ഗോൾ അവസരം ലഭിച്ചു. എന്നാൽ ഡയമണ്ട് കോസിന് ബോക്സിന് പുറത്തു നിന്ന് ഒരു ഷോട്ട് എടുത്തെങ്കിലും പന്ത് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ 63ാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരം നോഹ സദോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമനില ഗോൾ നേടിക്കൊടുക്കുന്നത്. ഒരു കിടിലൻ ഗോളായിരുന്നു അത്. കേരള ബ്ലാസ്റ്റേഴ്സ് സമനില ഗോളിന് ശേഷം ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ തുടരുകയാണ്. അങ്ങനെ മത്സരം അവസാന 10 മിനിറ്റിലേക്ക് കടന്നതോടെ ഇരു ടീമുകളും ആക്രമണം കൂടുതൽ ശക്തമാക്കി. 88ാം മിനിറ്റിൽ പെപ്പറയുടെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നും ഒരു പ്രതീക്ഷിക്കാത്ത ഷോട്ടുമായി പെപ്ര ഗില്ലിന്റെ വല ഒരിക്കൽ കൂടി കുലുക്കുകയായിരുന്നു. അൻവർ അലിയുടെ പ്രതിരോധ പിഴവിന് ശേഷം പെനാൽറ്റി ബോക്സിൽ കോമെ പെപ്പർക്ക് പന്ത് ലഭിക്കുകയും അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ കളിയിൽ വീക്ക് ലിങ്ക് ഫ്രെഡി ആയിരുന്നെങ്കിൽ ഇത്തവണ അത് സന്ദീപും ഡാനിഷുമായിരുന്നു. പക്ഷേ 2 പ്രതിഭകൾ അവരുടെ കാലിബർ കാണിച്ചപ്പോൾ മനോഹരമായ 2 ഗോളുകളും പിറന്നു. കൂടെ 2-1 ഒരു മനോഹര വിജയവും. ഐമനും അസറും കൂടെ പെപ്രയും വന്നപ്പോൾ കളിയുടെ ലെവൽ തന്നെ മാറിമറയുകയായിരുന്നു. അതുവരെ ഒരു ലെവൽ മുന്നിൽ നിന്ന ഈസ്റ്റ് ബംഗാൾ അവിടെ നിന്നാണ് പുറകോട്ട് പോയത്.
കളിയുടെ ആരംഭ നിമിഷങ്ങളിൽ കണ്ട ആ ഫയർ അവസാന നിമിഷങ്ങളിൽ ഈ 3 പേർ ഇറങ്ങിയതോടെ ആളിപ്പടർന്നു. ജീസസിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചത് മനസ്സിലെ ഒരു വിഷമമായി നിൽക്കുന്നു. കൂടെ രാഹുൽ കൈവിട്ട് കളഞ്ഞ ആ ഈസി ഫിനിഷിങ്ങും. ഇനി സ്വന്തം മജീഷ്യൻ ലൂണ കൂടെ വരുമ്പോൾ കളി തീപാറുമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. കൂടാതെ തുടർ വിജയങ്ങളും. തിരിച്ചടികളുണ്ടായിട്ടും ആർത്തിരുമ്പുന്ന ആരാധക കൂട്ടം ബ്ലാസ്റ്റേഴ്സിന്റെ മഹാത്ഭുതമാണ്. വിമർശനങ്ങളുടെ ക്രൂരമ്പ് കൊണ്ട് തളരാതെ ഇന്ത്യൻ ഫുട്ബോളിലെ ലെജൻഡറിയായ ഈസ്റ്റ് ബംഗാളിനെ 2-1 തകർത്ത് വിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയക്കുതിപ്പ് തുടരുമ്പോൾ അതിൻ്റെ മുഖ്യ ഊർജം ഈ ആരാധക കൂട്ടം തന്നെയാണ്. തളരാതെ കൂടെയുള്ള 12-ാമൻ. ഒരു ഗോളിന് പുറകിലായതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് നടത്തിയ പോരാട്ടം അവിസ്മരണീയമാണ്. കഴിഞ്ഞ സീസണിൽ ആദ്യ പാദം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടത്തിൽ സച്ചിൻ സുരേഷ് മാലാഖയായി അവതരിച്ചിരിക്കുന്നു. നല്ല ടഫ് കളി ആയിരുന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് കുറേയൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു. കളിയുടെ അവസാന നിമിഷം എങ്ങനെ കളിച്ചോ അതേ സ്പിരിറ്റിൽ മുന്നോട്ട് പോയാൽ സെറ്റാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. നോവയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു മനുഷ്യനാണ് അയാൾ. ഓടി നടന്ന് പാറി പറന്നങ്ങ് കളിക്കുകയാണ് ആ നോഹ സദോയ്. ഈ സ്പിരിറ്റ് എല്ലാ പ്ലേയേഴ്സിനും വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാകുമെന്നുറപ്പാണ്. പെപ്ര വരുന്നത് കണ്ടപ്പോൾ തന്നെ ഗോളടിക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. പോരായ്മകളൊക്കെ പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ ഊർജത്തോടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അടിച്ചു കയറട്ടെ.